ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. ഇത് ODEയുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഹാഫ് പോർഷൻ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, നോൺ ലീനിയർ ഇക്വേഷൻ മുതൽ. അപ്പോൾ നോൺ ലീനിയർ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയാണ് നോൺ ലീനിയർ ഇക്വേഷൻസ് എന്നൊക്കെയും. അതിൽ വെച്ചിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു നോൺ ലീനിയർ ഇക്വേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇക്വേഷൻ ഓഫ് ദി പ്രോബ്ലംസ് ദാറ്റ് ആർ നോൺ ലീനിയർ ഇക്വേഷൻ. എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് ദി അൺഡാംപ്ഡ് പെൻഡുലം ഓഫ് ലെങ്ത് എ ആണ്, ഹൂസ് ബോബ് മാസ് എം ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത് d²x/dt² പ്ലസ് g/a sin x = 0. അപ്പോൾ നമുക്ക് ഈ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഓഫ് ദി ബോബാണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ മാറിയിട്ട് d²x/dt² പ്ലസ് c/m dx/dt പ്ലസ് g/a sin x = 0 എന്ന് കിട്ടും. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് വാൻഡർപോൾ ഇക്വേഷനാണ്. അത് d²x/dt² പ്ലസ് x² - 1 dx/dt പ്ലസ് x = 0 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഒരു രണ്ട് എക്സാമ്പിളാണ് അവിടെ കൊടുത്തു കൊടുക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് സെക്കൻഡ് ഓർഡർ നോൺ ലീനിയർ ഇക്വേഷൻ്റെ ഫോം വരുന്നത് d²x/dt² = f of x dx/dt ആണ്. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോം വരുന്നത്. ഈ വാല്യൂസ് ഓഫ് എക്സിൻ്റെ ഈ എക്സിൻ്റെയും d/xൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ വാല്യൂസിനെ നമ്മളിന്ന് പറയുന്നത് ഫേസസ് എന്നാണ് പറയുന്നത്. ദ പ്ലെയിൻ വേരിയബിൾ എക്സും dx/dt കൊണ്ടുവന്നത് രണ്ടും കൂടിയിട്ട് ഈ പ്ലെയിൻ വേരിയബിളിനെ നമ്മൾ എക്സും dx/dt കൂടിയിട്ട് ഫേസ് പ്ലെയിൻ എന്നാണ് പറയുക. ഇനി dx/dt പകരം നമ്മൾ y എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് dy/dt = f of xy എന്നുള്ള ഫോമിലാണ് നമ്മൾ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ വെൻ t regard the parameter of the general solution of the above equation of the pair of the function x of t and y of t define the curve xy plane. അപ്പോൾ ഈ എക്സും y എന്ന് പറയുന്നത് t എന്ന പാരാമീറ്ററിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. വിച്ച് ഈസ് ദ ഫേസ് പ്ലെയിൻ, മോർ ജനറലി ദ സിസ്റ്റം ഓഫ് ദി ഫോം. അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ dx/dt എന്ന് പറയുന്നത് f of xyയും dy/dt = g of xy ആയിട്ട് നമ്മൾ ഈ സിസ്റ്റം ഓഫ് ദി ഇക്വേഷനെ നമ്മളങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ എഫും ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ത്രൂ ഔട്ട് ദ പ്ലെയിനിലുള്ള ഇക്വേഷൻ ആയിരിക്കും എഫ് ഓഫ് xyയും g of xy എന്ന് പറയുന്നത്. അപ്പോൾ എ സിസ്റ്റം ഓഫ് ദിസ് kind in which the independent variable t does not appear the function f and g right side is autonomous എന്ന് പറയും. അപ്പോൾ ഈ എഫ് ജി എന്ന് പറയുന്നതിനെ ഇക്വേഷനെ നമ്മൾ ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടി ആണ്, ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് ജി ഓൺ ദി റൈറ്റ്. അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ടി നോട്ട് എന്ന് പറയുന്നത് ഇനി നമ്പറാണ്. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ദി ഫേസ്. ഈ ടി എന്ന് പറയുന്നതിൽ t = t0 ആണെങ്കിൽ നമ്മൾ ആ പോയിന്റിനെ x0 y0 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്ലെയിനിൽ ഒരു യൂണിക്ക് സൊല്യൂഷൻ കിട്ടും. x = x of t and y = y of t എന്ന് പറയുന്ന യൂണിക്ക് സൊല്യൂഷൻ കിട്ടും. നമ്മളെ ഇക്വേഷൻ dx/dt-ക്കും dy/dt-ക്കും ഒരു യൂണിക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ x of t0-നെ x0 എന്നും y of t0-നെ y0 എന്നാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി പറയുന്നത് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്ന് പറയുന്നത് നോട്ട് ബോത്ത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ 3 എന്ന് പറയുന്നത് രണ്ടും നോട്ട് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ x = x of t y = y of t എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഓൺ ദ കർവ് ഇൻ ദ ഫേസ് പ്ലെയിൻ ഈസ് കോൾഡ് പാത്ത് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ് ഓഫ് ടി വൈ ഓഫ് ടീനെ നമ്മൾ എന്ന് പറയുന്നത് പാത്ത് ഓഫ് ദ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇനി x = x of t y = y of t എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്. ഏത് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്? നമ്മൾ dx/dt = f of xy and dy/dt = g of xy എന്ന് പറയുന്നതിൻ്റെ ഈ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ x = x of t plus c-യും y = y of t plus c എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് സൊല്യൂഷൻ ഓഫ് ദി ഫോർ എനി കോൺസ്റ്റൻറ്റ് c. അതിൽ എന്താ c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് സൊല്യൂഷൻ ഫോർ എനി കോൺസ്റ്റൻറ്റ് c
ആണെന്ന് പറയാം. ദസ് ഈച്ച് പാത്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി മെനി സൊല്യൂഷൻ വിച്ച് ഡിഫർ വൺ അനദർ. ഓൺലി ദി ട്രാൻസ്ലേഷൻ ഓഫ് ദി പാരാമീറ്റർ എനി പാത്ത് ത്രൂ ദ പോയിന്റ് x0 y0 മസ്റ്റ് ബി കറസ്പോണ്ട്സ് ടു ദി സൊല്യൂഷൻ ഓഫ് ദി ഫോം എന്ന് പറയുന്നത് നമ്മൾ x ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് സിയും y ഈക്വൽ ടു y ഓഫ് ടി പ്ലസ് സിയും അറ്റ്മോസ്റ്റ് വൺ പാത്ത് പാസസ് ത്രൂ ദി ഈച്ച് പോയിന്റ് ഓഫ് ദി ഫേസ് പ്ലെയിൻ. The direction increases t along the given path. The same all solution represent the path. The path is therefore a directed curve. അപ്പോൾ ഡയറക്ഷനഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്തിന് നമുക്ക് ഒരു ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഇൻ ജനറൽ ദ പാത്ത് ഓഫ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് dx/dt യും dy/dt യും കവർ ദ എൻറ്റയർ ഫേസ് ഈ എൻറ്റയർ ഫേസ് പ്ലെയിൻ കവർ ചെയ്യുകയാണെങ്കിൽ ഡസ് നോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ വൺ അനദർ. ദ ഓൺലി എക്സെപ്ഷണൽ കർവ് ഓഫ് ദി പോയിന്റ് x0 y0 ഒരു പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ ഇതിലും ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ x0 y0 എന്ന് പറയുന്നത് നമുക്ക് f ഓഫ് x0 y0 ഈക്വൽ ടു 0 ആയിരിക്കും, g ഓഫ് x0 y0 ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് എഫും ജിയും പറയുന്നത് ഒരു പോയിന്റിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, ഒറ്റ പോയിന്റിൽ മാത്രം x0 y0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്യും, ബാക്കിയുള്ള പോയിന്റിലൊന്നും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എഫും ജി എന്ന് പറയുന്നത് വാനിഷ് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് x0 y0 ഈക്വൽ ടു 0 ആയിരിക്കും, ജി ഓഫ് x0 y0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. സച്ച് പോയിന്റ് ഓഫ് ദി യൂണീക്ക് സൊല്യൂഷൻ. അപ്പോൾ അങ്ങനത്തെ പോയിന്റിന് ഒരു യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻ ആയിരിക്കും x ഈക്വൽ ടു x0 y ഈക്വൽ ടു y0. അപ്പോൾ എ കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻ ഡസ് നോട്ട് ഡിഫൈൻ എ പാത്ത് ആൻഡ് നോ പാത്ത് ഗോസ് ടു ദി ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റിൽ കൂടെ വേറെ പാത്തുകൾ ഉണ്ടായിരിക്കില്ല, ഒറ്റ പോയിന്റിൽ മാത്രമാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുകയുള്ളൂ. We assume that each critical point x0 y0 is isolated in the sense that there exists a circle centered on x0 y0 that contains no other critical point. അപ്പോൾ വേറൊരു ക്രിട്ടിക്കൽ പോയിന്റും അതിലുണ്ടായിരിക്കില്ല. അങ്ങനത്തെയുള്ള പോയിന്റുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ടു ഒബ്റ്റെയിൻ ദ ഫിസിക്കൽ interpretation of the critical point, consider the special autonomous system dx/dt equal to y യും dy/dt equal to f of xy ആയിട്ടാണ് നമ്മളിവിടെ ഈ സിസ്റ്റത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് x0 y0 ആയിരിക്കും. ദ ക്രിട്ടിക്കൽ പോയിന്റ് y ഈക്വൽ ടു 0 ആൻഡ് f of x0 xy ഈക്വൽ ടു 0 ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദി പോയിന്റ് x0 0 ആൻഡ് f of x0 0 ഈക്വൽ ടു 0 എന്നായിട്ട് നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദി സ്റ്റേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ മൂവിങ് ഇൻ വിച്ച് ദ വെലോസിറ്റി dx/dt ആൻഡ് ദ ആക്സിലറേഷൻ dy/dt ഈക്വൽ ടു d² x/dt². ആക്സിലറേഷൻ വാനിഷ് ചെയ്യും. ഇത് മീൻ ചെയ്യുന്നത് പാർട്ടിക്കിൾ റെസ്റ്റ് വിത്ത് ദ നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ്. ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കും. ദ സ്റ്റേറ്റ് ഈസ് കോൾഡ് ദ സ്റ്റേറ്റ് ഓഫ് ദി ഇക്വിലിബ്രിയം. ഈ സ്റ്റേറ്റിനെയാണ് സ്റ്റേറ്റ് ഓഫ് ദി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഫോർ ദിസ് റീസൺ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് ഓൾസോ കോൾഡ് ദി ഇക്വിലിബ്രിയം പോയിന്റ്സ്. ഈ ഇങ്ങനത്തെ ഉള്ള കേസിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിനെ നമ്മൾ ഇതിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്നും പറയും. ഇനി പറയുന്നത് കൺസിഡർ ദി ഓട്ടോണോമസ് സിസ്റ്റം dx/dt ഈക്വൽ ടു f of xy യും dy/dt ഈക്വൽ ടു g of xy യും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത് 2 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത് v ഓഫ് xy ഈക്വൽ ടു f of xy I പ്ലസ് g of xy j ആണ്, which is at the typical point of p of xy has a horizontal component of xy and vertical component of g of xy ആണ്. അപ്പോൾ ഈ എഫും ജി എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ജി എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ വെക്റ്റർ ഫീൽഡിൽ ഡിഫൈൻ ചെയ്യുന്നത്. വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ഐ ആണ്. ഇനി പറയുന്നത് നമുക്ക് if we think of the t as the time, then v is interrupted as the velocity of the vector particle moving along the path. എന്ന് പറയുന്ന velocity of the particle ആണ്, moving along the path ആണെങ്കിൽ we can imagine the entire phase plane filled with the particle that each path is a trial of the moving particle precede the followed by the many other of the same path combined by the other
നിയർ ബൈ പാത്ത്. ദിസ് സിറ്റുവേഷൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ 2-dimensional ഫ്ലൂയിഡ് മോഷൻ. അപ്പോൾ 2-dimensional ഫ്ലൂയിഡ് മോഷൻ്റെ ഇതാണ് പറയുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് v എന്ന് പറയുന്നതുള്ള ഒരു പാർട്ടിക്കിൾ ഈ മൂവിങ് അലോങ് എ പാത്തിലാണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക ഈ എൻ്റയർ ഫേസിൽ അത് ഫിൽഡ് ചെയ്യുന്ന ഈ പാർട്ടിക്കിൾ ഫിൽ ചെയ്യുന്ന വിചാരിച്ചു. അതിന് ഈച്ച് പോയിൻ്റ് ഓഫ് ദി ട്രയൽ, ഓരോ പോയിൻറ്റിനും അതിൻ്റെ ട്രയൽ ഓഫ് ദി മൂവിങ് പാർട്ടിക്കിളാണ് ആൻഡ് ഫോളോഡ് ബൈ ദി മെനി അതർ സെയിം പാത്ത്. അതേപോലെ പല പാത്തുകളിലൂടെയും അത് മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫ്ലൂയിഡ് മോഷൻ എന്ന് പറയുന്നത്. ദ സിസ്റ്റം ഈസ് ഓട്ടോണോമസ് വിച്ച് മീൻസ് ദാറ്റ് ദ വെക്ടർ വി ഓഫ് എക്സ് വൈ അറ്റ് ദ ഫിക്സഡ് പോയിൻ്റ് എക്സ് വൈ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ടൈം ഫ്ലൂയിഡ് മോഷൻ ഈസ് സ്റ്റേഷനറി. അപ്പോൾ ഇതിൽ ഫിക്സഡ് പോയിൻ്റായിട്ട് ഇങ്ങനെ നിന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് മോഷൻ എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും, അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കും. ദ പാത്ത് ആർ trajectories of the moving particle and the critical points are points of the zero velocity where the particle are at rest. അപ്പോൾ സീറോ വെലോസിറ്റി ആണെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾ എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും. ഇനി നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് എന്താണെന്നുള്ളതിനൊക്കെ ഒരു കൺക്ലൂഷനാണ് നമുക്ക് ഇവിടെ പറഞ്ഞത്. ഇനി ഓരോ പ്രോബ്ലമാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനുള്ളത്. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് d²x/dt² പ്ലസ് g/a sin x = 0 എന്ന്. അപ്പം നമ്മൾ ഇതിൽ dx/dt = y f of x y എന്നെടുത്തു. അപ്പോൾ d²x/dt² എന്ന് പറയുന്നത് എന്തായിരിക്കും? dy/dt എന്ന് എഴുതാം. അപ്പോൾ d²x/dt² എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? -g/a sin x എന്ന് എഴുതാം. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് d²x/dt² പ്ലസ് g/a sin x ആണ്. അപ്പോൾ d²x/dt² = -g/a sin x എന്ന് എഴുതി. അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് d²x/dt² ആണ്. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ dy/dt = -g/a sin x എന്ന് വരും. dy/dtക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? g of x y എന്ന് എഴുതാം. അപ്പോൾ f of x y = 0, y = 0 ആണ്. ഈ f of x y = 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് f of x y എന്താ? y ആണ്, y = 0 എന്ന് കിട്ടി. അപ്പോൾ g of x y = 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ g of x yക്ക് പകരം dy/dx = 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ -g/a sin x = 0 ആയിരിക്കും. അപ്പോൾ sin x = g/a ൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 0 ആയിരിക്കും. sin 0 വരുന്നത് ഏത് വാല്യൂസിലാണെന്ന് നോക്കുക, ±nπ ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എക്സിൽ എന്താണ്? ±nπയും വൈയിൽ എന്താണ്? 0യിലാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് nπ 0 ആണ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് d²x/dt² പ്ലസ് c/m dx/dt പ്ലസ് g/a sin x = 0. അപ്പോൾ നമുക്ക് dx/dtനെ y ആക്കി എടുത്തു. y = f of x y ആണെന്നെടുത്തു. ഇതിൻ്റെ സ്ക്വയർ ഡബിൾ ഡെറിവേറ്റീവ് d²x/dt² dy/dt എന്ന് കിട്ടി. dy/dtക്ക് പകരം നമുക്ക് g of x y എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് d²x/dt² പ്ലസ് c/m dx/dt പ്ലസ് g/a sin x = 0. അപ്പോൾ അതിൽ നിന്ന് d²x/dt² എന്ന് പറയുന്നത് ഇവിടെ dt² പകരം നമുക്ക് എന്ത് കൊടുക്കുക? dy/dt എന്ന് കൊടുക്കുക. അപ്പോൾ dy/dt പ്ലസ് c/m dx/dtക്ക് പകരം എന്താ എഴുതി? y എഴുതി. പ്ലസ് g/a sin x = 0 എന്നായിട്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ മാറ്റിയിട്ട് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് dy/dt ഈ ടൈമിലേക്ക് = പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ -c/m y -g/a sin x എന്ന് കിട്ടി. അപ്പോൾ ഇനി f of x y = 0 കൊടുക്കുക. f of x y = 0 ആണെങ്കിൽ y = 0 ആണ്. അപ്പോൾ നമ്മളുടെ y = 0 എന്നുള്ളത് കിട്ടി. ഇനി g of x y = 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ g of x y = 0 ആണെങ്കിൽ g of x yക്ക് പകരം -g/a sin x = 0 എന്ന് എഴുതാം. y 0 ആയതുകൊണ്ട് നമുക്ക് dy/dt ആണ് നമുക്ക് g of x y അത് =0 ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ -c/m y -g/a sin x = 0 ആണ്. y 0 ആയതുകൊണ്ട് -c/m y എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് കിട്ടുന്നത് -g/a sin x = 0 മാത്രമാണ് കിട്ടുന്നത്. ഇനി ഇതേപോലെ -g/a = പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും 0 sin x = 0. x എന്ന് പറയുന്നത് 0 വരുന്നത് ഏത് വാല്യൂവിലാണ്? nπയിലാണ് വരുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് പറയുന്നത് nπ 0 ആയിരിക്കും.
ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഡി എക്സ് ബൈ ഡി ടി മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0 ആണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു വൈ എടുത്തു, എഫ് ഓഫ് എക്സ് വൈ എടുത്തു. ഇനി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി ടി ആണ്, ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇക്വേഷനിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം നമുക്ക് ഡി വൈ ബൈ ഡി ടി മൈനസ് ഡി എക്സ് ബൈ ഡി ടിക്ക് പകരം വൈ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഇത് ഈ ടേമിനെ ഈക്വൽ ടു പ്രത്യേകം വരുമ്പോൾ വൈ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതാണ്? വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 2x എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് എഴുതാം. വൈ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അതിൽ നിന്ന് ഇപ്പോൾ കോമൺ ആയിട്ട് എക്സ് എന്ന് പറയുന്ന ഔട്ട് സൈഡിലെടുത്തു. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ടുകൾ കണ്ടുപിടിക്കാം. ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ ഒരു റൂട്ട് പറയുന്നത് എക്സിന് 0 ആണ്. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2നെ മൈനസ് 2ൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് രണ്ട് റൂട്ടുകൾ കണ്ടുപിടിച്ചു. 1ഉം മൈനസ് 2 ആണ് അതിൻ്റെ റൂട്ടുകൾ എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂകൾ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാണ്? 0. എക്സിന് 0 ആകുമ്പോൾ വൈക്ക് 0, എക്സിന് 1 ആകുമ്പോൾ വൈക്ക് 0, എക്സിന് മൈനസ് 2 ആകുമ്പോൾ വൈക്ക് 0. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് പറയുന്നത് 0 0 1 0 മൈനസ് 2 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് ദി ഈ രണ്ടെണ്ണത്തിൻ്റെയും ക്രിട്ടിക്കൽ പോയിൻ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് മീ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഈക്വൽ ടു 0യും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എക്സ് മൈനസ് വൈ യു ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടിൻ്റെയും ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കുക.